എല്ലാവർക്കും ലുസിഡ് സയൻസിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 10ാം ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററായിട്ടുള്ള നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമെറിസം എന്ന ചാപ്റ്ററിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഓർഗാനിക് കെമിസ്ട്രി എന്താണെന്നും ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്താണെന്നും അങ്ങനെയുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ ഇന്നിനി പഠിക്കാൻ പോകുന്നത് എന്താണ് നോമൻക്ലേച്ചർ, അതായത് ഇന്നാണ് നമ്മൾ ശരിക്കും ഈ ചാപ്റ്ററിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. നമ്മൾ ഇന്ന് നോമൻക്ലേച്ചർ എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. നോമൻക്ലേച്ചർ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് എന്താ വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയിമിങ് എന്നുള്ളൊരു വാക്ക്. അതായത് നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ നെയിമിങ് ആണ്. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നമുക്കിന്ന് ക്ലാസ്സിൽ പഠിക്കാം. പുതിയൊരു ടോപ്പിക്ക് തുടങ്ങുന്നതിന് മുന്നേ എന്തൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതെന്ന് നമുക്കൊന്ന് റിവൈൻഡ് ചെയ്യണമല്ലോ. അപ്പോൾ നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് മോളിക്കുലാർ ഫോമുലാസ് ആണല്ലോ തന്നിട്ടുള്ളത് അല്ലേ. ഈ മോളിക്കുലാർ ഫോമുലാസ് വെച്ചിട്ട് നമുക്കിത് ആൽക്കെയിൻ ആണോ ആൽക്കീൻ ആണോ ആൽക്കൈൻ ആണോ എന്ന് നോക്കണം. ഓക്കെ, ആൽക്കെയിൻ ആണോ ആൽക്കീൻ ആണോ അതുപോലെ തന്നെ ആൽക്കൈൻ ആണോ എന്ന് നമുക്ക് ഒന്ന് നോക്കണം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, C2H6 ആണല്ലേ. അപ്പം നമുക്ക് ഇത് ഏത് ഹൈഡ്രോ കാർബൺ എന്നറിയാൻ വേണ്ടിയിട്ട് C2H6 എഴുതി. ഓക്കെ ആണല്ലോ. ഇവിടെ കാർബൺ എണ്ണം എത്ര നോക്കിക്കേ, 2 ആണല്ലേ. അപ്പോൾ അതിൻ്റെ ഇരട്ടി എത്രയാണെന്ന് നോക്കുക, 4 ആണ് അല്ലേ. പക്ഷെ നമുക്ക് കിട്ടിയ 4-നേക്കാട്ടിലും വലുതാണ് ഇവിടെ ഹൈഡ്രജൻ്റെ എമൗണ്ട് അല്ലേ. ഇവിടെ ഹൈഡ്രജൻ 6 ഇല്ലേ. അപ്പോൾ അതായത് ഇത് ആൽക്കെയിൻ ആയിരിക്കും. ഓക്കെ, എന്തുവാ ആൽക്കെയിൻ ആണ്. അതായത് അപ്പോൾ നോക്കി കാർബണിൻ്റെ എണ്ണത്തിൻ്റെ ഇരട്ടി എടുത്ത് നോക്കിയിട്ട് അതിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ അത് ആൽക്കെയിൻ, കുറവാണെങ്കിൽ അതെന്തായിരിക്കും അറിയോ, ആൽക്കൈൻ ആയിരിക്കും. മനസ്സിലായല്ലോ. കുറവാണെങ്കിൽ അത് ആൽക്കൈൻ ആയിരിക്കും. ഇനി ഈക്വൽ ആണെങ്കിൽ അതെന്തായിരിക്കും, ഈക്വൽ ആണെങ്കിൽ അത് ആൽക്കീൻ ആയിരിക്കും. മനസ്സിലായോ. അപ്പോൾ ട്രിക്ക് പിടി കിട്ടിയല്ലോ, എങ്ങനെയാണ് ഹൈഡ്രോ കാർബൺസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇനി നോക്കിയേ, C2H6 അപ്പോൾ എന്തുമായിരുന്നു, ആൽക്കെയിൻ ആണല്ലേ, ആൽക്കെയിൻ. ഓക്കെ ആണല്ലോ, അത് കൺഫ്യൂഷൻ ഇല്ലല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കിനി നോക്കാം. C5H10 എടുത്ത് നോക്കാം അല്ലേ. C5H10 എടുത്ത് നോക്കിയേ, 5ൻ്റെ ഇരട്ടിയാണ് 10, അപ്പോൾ അതെന്തായിരിക്കും, ആൽക്കീൻ ആയിരിക്കും. നേരെ ഇരട്ടിയാണെങ്കിൽ ഈനായിരിക്കും. അപ്പോൾ ഓക്കെ ആണല്ലോ, ആൽക്കീൻ എഴുതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇനിയിപ്പോൾ നമ്മൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. C10H22 ആണല്ലേ നെക്സ്റ്റ് വൺ. 10ൻ്റെ ഇരട്ടി എത്രയാണ്, 20 അല്ലേ. 20-നേക്കാട്ടിലും കൂടുതലല്ലേ 22 ഇവിടെ. അപ്പോൾ അതായത് ആൽക്കെയിൻ ആണിത്. സിമ്പിൾ അല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. C15H28 അല്ലേ. 15ൻ്റെ ഇരട്ടി എത്രയാണ്, 30 ആണല്ലേ. 30-നേക്കാട്ടിലും കുറവാണ് 28. അതായത് എന്തുവാ, ഇത് ആൽക്കൈൻ ആയിരിക്കും. YNE ആൽക്കൈൻ ആയിരിക്കും. ഇനി നെക്സ്റ്റ് വൺ നോക്കിയേ, C7H14. 7ൻ്റെ ഇരട്ടിയാണ് 14, അതായത് ഈനാണ്, ENE ആൽക്കീൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, C5H8 ആണല്ലേ. അതായത് 5ൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 10 ആണ്. 10-നേക്കാളും കുറവല്ലേ, അതായത് ആൽക്കൈൻ അല്ലേ, YNE. ഇനി അടുത്ത് നോക്കിയാൽ C4H6 ആണല്ലേ. 4ൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് 8 ആണ്. 8-നേക്കാളും കുറവല്ലേ, അതായത് YNE ആൽക്കൈൻ ആണ് വരിക. ഇനിയാണ് നമ്മൾ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകുന്നത് നോമൻക്ലേച്ചർ. നമുക്ക് ആദ്യം പഠിക്കാനുള്ള നോമൻക്ലേച്ചർ. എന്താണ് നോമൻക്ലേച്ചർ എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നെയിമിംഗ് ആണല്ലേ. നെയിമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എന്തിനാ അപ്പം നെയിമിങ്ങിൻ്റെ ഒക്കെ ആവശ്യം, ഇപ്പോൾ ഉള്ള പേരൊക്കെ ഇട്ട് വിളിച്ചാൽ പോരെ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനല്ല. നമുക്ക് ഈ ഹൈഡ്രോ കാർബൺസിനൊക്കെ നെയിമിങ് അത്യാവശ്യമാണ്. അതിന് ഞാൻ ഒരു ഉദാഹരണവും പറഞ്ഞുതരാം. നോക്കിക്കേ, ഈ കാണുന്ന സാധനം എന്തുവാ, ഇതിന് നമ്മൾ വാട്ടർ മെലൺ എന്നാണല്ലേ പറയുന്നത്. പല ആളുകൾ ഇതിനെ ബത്തയ്ക്കാന്നും ചില ആളുകൾ ഇതിനെ തണ്ണിമത്തൻ എന്നൊക്കെ പറയാറുണ്ട്. പല പേരുകളിൽ പറയാറുണ്ടല്ലേ. അതുപോലെ തന്നെ ഈ കാണുന്ന സാധനം എന്തുവാ, പപ്പായ. അതിന് പല ആളുകൾ ഓമയ്ക്കാന്നും കപ്പളങ്ങാന്നും അല്ലെ കറൂത്താന്നും അല്ലെ കർമൂസാന്നും അങ്ങനെ പല പല പേരുകളിൽ പറയാറുണ്ട്. ഈ പറയുന്ന സാധനമൊക്കെ പലർക്കും കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ഇതൊക്കെ ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാവണേ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനൊക്കെ ഒരു പേര് വിളിക്കണം. നമ്മൾ ബയോളജിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ സയൻറ്റിഫിക് നെയിം എന്ന്. അതുപോലെ തന്നെ ഈ പറഞ്ഞ എല്ലാ സാധനത്തിനും ഒരു പേര്, കോമൺ ആയിട്ട് ഒരു പേര് അറിയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. അല്ലെ ഈ വാട്ടർമെലൻ എന്ന് പറഞ്ഞാലേ ഈ ബത്തയ്ക്കും തണ്ണിമത്തനും ഒന്നാന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ നോക്കിക്കേ, എഥനോൾ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതായത് ഈ എഥനോളിനെ പല ആളുകളും ഈഥൈൽ ആൽക്കഹോൾ എന്ന് പറയും, ഗ്രെയിൻ ആൽക്കഹോൾ എന്ന് പറയും, ഡ്രിങ്കിങ് ആൽക്കഹോൾ അല്ലെങ്കിൽ ആൽക്കഹോൾ എന്നൊക്കെ സിമ്പിളായിട്ട് പറയാറുണ്ട്. പക്ഷേ ഈ എഥനോളിനെ എല്ലാവർക്കും അറിയുന്ന രീതി മനസ്സിലാവണേ എന്ത് ചെയ്യണം, എഥനോൾ എന്ന് തന്നെ പറയണം. അപ്പോഴേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ
എല്ലാ ഹൈഡ്രോ കാർബൺസിനും നെയിം ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ നോമൻ ക്ലേച്ചർ എന്ന് പറയും. ഇവിടെ ഉപയോഗിക്കുന്ന നോമൻ ക്ലേച്ചറിനെ പറയുന്ന പേരാണ് IUPAC നോമൻ ക്ലേച്ചർ. എന്തുവാ? IUPAC നോമൻ ക്ലേച്ചർ. ഇനി നോക്കിയേ, ഇവിടെ 2 ഹൈഡ്രോ കാർബൺസ് ഇവിടെ കാണാം അല്ലേ? 2 ഹൈഡ്രോ കാർബൺസ്. അപ്പോൾ ഇനി ഈ ഹൈഡ്രോ കാർബൺസിൻ്റെ മോളിക്കുലർ ഫോമുല നമുക്ക് നോക്കാം. അപ്പോൾ എത്ര C ഉണ്ട്? അതെ, 5 C ഉണ്ട് അല്ലേ? എത്ര ഹൈഡ്രജൻ ഉണ്ടെന്ന് നോക്കിക്കേ. നോക്കിക്കഴിഞ്ഞാൽ അറിയാം. 12 ഹൈഡ്രജനാണുള്ളത് അല്ലേ? അപ്പം ഹൈഡ്രജൻ 12 എണ്ണം. ഇനി അടുത്ത ഹൈഡ്രോ കാർബൺ നോക്കിക്കേ. ആ ഹൈഡ്രോ കാർബണിനകത്ത് 5 കാർബണാണ്. നേരത്തെ പോലെ തന്നെ 5 കാർബണുള്ളത്. എത്ര ഹൈഡ്രജൻ ഉണ്ടെന്ന് നോക്കിക്കേ. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 12 ഹൈഡ്രജൻ കാണാൻ പറ്റില്ലേ? 12 ഹൈഡ്രജൻ. ഇനി നിങ്ങളൊന്ന് നോക്കിക്കേ, 2 ഹൈഡ്രോ കാർബൺസിൻ്റെയും മോളിക്കുലർ ഫോമുല സെയിം ആണ്. ശ്രദ്ധിച്ചോ? C5H12. പക്ഷേ ഇതിൻ്റെ 2 എണ്ണത്തിൻ്റെയും സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആണല്ലേ? പക്ഷേ ഇവർക്ക് രണ്ടാൾക്കും മോളിക്കുലർ ഫോമുല സെയിം, 2 ആൽക്കെയിനാണ്. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യണം? ഇത് തമ്മിൽ മനസ്സിലാക്കണം. ഇത് ഏത് ടൈപ്പാണ്? 2 ഹൈഡ്രോ കാർബൺസിനെ തമ്മിൽ മനസ്സിലാക്കണം. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നോമൻ ക്ലേച്ചർ പഠിക്കുന്നത്. മനസ്സിലായോ? നോമൻ ക്ലേച്ചർ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് വേർഡ് റൂട്ടാണ്. വേർഡ് റൂട്ട് കാണാപ്പാഠം പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതിൻ്റെ നോമൻ ക്ലേച്ചർ ക്ലിയർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വേർഡ് റൂട്ട് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിന് മുന്നേ നമ്മൾ ആദ്യം എന്ത് പഠിക്കണം? ഈ വേർഡ് റൂട്ട് കംപ്ലീറ്റ് പഠിക്കണം, കാണാപ്പാഠം പഠിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് നോമൻ ക്ലേച്ചർ ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ഒരൊറ്റ കാർബണേ ഉള്ളൂ എങ്കിൽ നമ്മളതിനെ മെത്തെന്ന് പറയും, അല്ലെങ്കിൽ മീതെന്ന് പറയും. പല ആളുകളും മെത്തെന്ന് മീതെന്നൊക്കെ പറയും. 2 കാർബണുള്ളെങ്കിൽ നമ്മൾ ഈതെന്ന് പറയും, അല്ലെങ്കിൽ എത്തെന്ന് പറയും. 2 രീതിയിലും പറയാം, ഒരു കുഴപ്പമില്ല. ഇനി 3 കാർബണുള്ളെങ്കിൽ നമ്മളതിനെ പ്രൊപ്പെന്ന് പറയും. 4 കാർബണാണുള്ളതെങ്കിൽ ബട്ടല്ല, നമ്മളതിനെ ബ്യൂട്ടെന്നാണ് പറയുക. ഇപ്പോൾ നമ്മൾ ബട്ടൊക്കെ എന്നൊക്കെ പറഞ്ഞു പോയെങ്കിലും ബ്യൂട്ടെന്നാണ് പറയുക. ഇനി 5 കാർബണാണെങ്കിൽ പെൻറ്റ്, 6 കാർബണാണെങ്കിൽ ഹെക്സ്, 7 ഹെപ്റ്റ്, 8 ഒക്ട്, 9 നൺ, 10 ഡെക്ക്. പിന്നെ നിങ്ങളോട് പറയുകയാണ്, ഈ വേർഡ് റൂട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നോമൻ ക്ലേച്ചർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഫുള്ള് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കിനി നോമൻ ക്ലേച്ചറിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്ക് ആൽക്കെയിൻ്റെ കുറച്ച് നോമൻ ക്ലേച്ചർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ എക്സാമ്പിൾ CH4 ആണ്. CH4. ഇനി നമ്മൾ നോക്കിയാൽ നേരത്തെ പറഞ്ഞ വേർഡ് റൂട്ട് അനുസരിച്ച് എത്ര കാർബണാണ് ഉള്ളത്? 1 കാർബൺ ഉള്ളൂ അല്ലേ? അപ്പോൾ 1 കാർബണാണെങ്കിൽ മെത്തെന്നല്ലേ നമ്മൾ പറഞ്ഞത്? ഓക്കെ, മെത്താണ്. അപ്പോൾ മെത്തുമാണ്. പിന്നെ ആൽക്കെയിൻ അല്ലേ ഇത്? ആൽക്കീൻ അല്ലല്ലോ. അപ്പോൾ ആൽക്കെയിൻ ആയതുകൊണ്ട് ANE ചേർക്കുന്നു. അപ്പം മീതെയിൻ വരും. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കിക്കേ. CH3. ഇത് എത്ര കാർബൺ നോക്കിയേ? 2 കാർബൺ ഉള്ളത് അല്ലേ? അപ്പോൾ 2 കാർബൺ ആകുമ്പോൾ എത്ത് അല്ലേ? ETH എത്തും. ഇനി എന്താ? ആൽക്കെയിൻ അല്ലേ ഇത്? അതുകൊണ്ട് ഈതെയിൻ വരും. വേറൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ CH3, CH2, CH3. ഇവിടെ എത്ര കാർബൺ നോക്കിക്കോ? 1, 2, 3 കാർബൺ. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊപ്പാണ് വരിക അല്ലേ? 3 പറഞ്ഞാൽ പ്രൊപ്പ്. അപ്പോൾ പ്രൊപ്പ് ആൽക്കെയിൻ ആണോ ആൽക്കീൻ ആണോ ആൽക്കെയിൻ ആയതുകൊണ്ട് പ്രൊപ്പെയിൻ എന്ന് വരും, ANE. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ എടുത്ത് നോക്കിയാലോ. CH3, CH2, 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 CH3. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ്? 1, 2, 3, 4, 5 കാർബണുള്ളത് അല്ലേ? 5 എന്ന് പറഞ്ഞാൽ നമ്മുടെ വേർഡ് റൂട്ട് എന്തോ പെൻറ്റാണ്. അപ്പോൾ ഇവിടെ ആൽക്കെയിൻ ആയതുകൊണ്ട്, അതായത് എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ആൽക്കെയിൻ ആണ്, അതുകൊണ്ട് തന്നെ പെൻറ്റെയിൻ എന്ന് വരും. ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ എടുക്കാം. CH3, CH2, 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 CH3. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കാർബൺ നോക്കാം? 1, 2, 3, 4, 5, 6, 7, 8 കാർബണുള്ളത് അല്ലേ? 8 എന്ന് പറയുമ്പം അതിൻ്റെ വേർഡ് റൂട്ട് ഒക്ടാണ് വരുന്നത് അല്ലേ? ഒക്ടെന്ന് പറയുമ്പം ഇവിടെ ആൽക്കെയിൻ ആയതുകൊണ്ട് ഒക്ടെയിൻ എന്ന് വരും. അടുത്തതായിട്ട് ആൽക്കീൻ എങ്ങനെയാണ് നെയിം ചെയ്യാൻ നമുക്ക് നോക്കാം. CH3, CH ഡബിൾ ബോണ്ട് CH2. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എഴുതിയതിനകത്ത് CH3 അല്ല CH2 എഴുതിയിരിക്കുന്നത് തെറ്റാണ്, CH3 ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കിയേ? 1, 2, 3 കാർബണാണ് അല്ലേ? 3 കാർബണാണെങ്കിൽ പ്രൊപ്പല്ലേ വരിക? അപ്പോൾ പ്രൊപ്പാണ് വരിക. ഇനി ഇവിടെ ആൽക്കെയിൻ അല്ല ആൽക്കീനാണ്, അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ഈൻ കൊടുക്കാം, ENE കൊടുക്കാം. ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് നമുക്ക് പ്രൊപ്പെയിന് മാത്രം ഇവിടെ എഴുതിയാൽ മതി. പക്ഷേ
നമ്മൾ നെയിം ചെയ്ത് പഠിക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്പർ കൊടുക്കാം, ഏതൊക്കെ കാർബൺ ഏതൊക്കെയാണെന്ന് ഉള്ള രീതിയിൽ. ഇപ്പോൾ 1 2 3 3 കാർബണിൻ്റെ അതിനകത്ത് ഒന്നാമത്തെ പൊസിഷനിലാണ് എന്തുള്ളത്, ഡബിൾ ബോണ്ടുള്ളത്. അപ്പോൾ പ്രൊപ്പ് 1E നമുക്ക് കൊടുക്കാം. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. CH2 ഡബിൾ ബോണ്ട് CH2 CH3. ഇനി നമുക്കിവിടെ എത്ര കാർബൺ ആണുള്ളതെന്ന് നോക്കാം. എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ ഉണ്ട് അല്ലേ. അപ്പം നമുക്ക് ഇതിനകത്ത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നമ്പർ ചെയ്ത് പോകാം. അപ്പോൾ 1 2 3 4 നമ്പർ ചെയ്തു. ഇനി നോക്കിയേ എത്രാമത്തെ പൊസിഷനിലാണ് ഡബിൾ ബോണ്ട് ഉണ്ടെന്ന് നോക്കിയേ. ഒന്നാമത്തെ കാർബണിനകത്താണല്ലേ എന്തുള്ളത്, ഡബിൾ ബോണ്ട് ഉള്ളത്. അപ്പോൾ അതായത് ഒന്നാമത്തെ പൊസിഷനിലാണ് ഡബിൾ ബോണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമെന്നറിയോ? ഇത് 4 ആയതുകൊണ്ട് ബ്യൂട്ട് വരും. ഓക്കെ ആണല്ലോ. ബ്യൂട്ട് എഴുതിയിട്ട് എത്രാമത്തെ പൊസിഷനിലാണ്? ഫസ്റ്റ് പൊസിഷനിലാണ്. അപ്പോൾ 1 ഹൈഫൺ ഇട്ട് 1 എഴുതാം. വീണ്ടും ഹൈഫൺ ഇട്ടു. എന്നിട്ട് എന്ത് എഴുതണം? ആൽക്കീൻ ആയതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? ഈൻ എഴുതി വെക്കാം. ഓക്കെ. അപ്പോൾ ബ്യൂട്ട് 1 ഈനാണ് ഇതിൻ്റെ നെയിം. ഇനി നമുക്ക് വേറെ എക്സാമ്പിൾ എടുക്കാം. CH3 CH2 CH ഡബിൾ ബോണ്ട് CH2. ഇനി ഇവിടെ എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കി? 4 കാർബൺ ഉണ്ട് അല്ലേ. ഇതിന് നമുക്ക് ലെഫ്റ്റിൽ നിന്നും നമ്പർ ഇടാം, റൈറ്റിൽ നിന്നും നമ്പർ ഇടാം. ഞാൻ നേരത്തെ അത് പറഞ്ഞില്ല, കൺഫ്യൂഷൻ ആക്കണമെന്ന് ഇത് പറയാഞ്ഞതാണ്. ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും നമ്പർ ഇടാം. ഇപ്പോൾ 2 തരത്തിലുള്ള നമ്പറിങ് ഉണ്ട് അല്ലേ. നമ്മൾ ലെഫ്റ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ 3ാമത്തെ കാർബണിലും റൈറ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ 1ാമത്തെ കാർബണിലുമാണ് എന്തുള്ളത്, ഈ പറഞ്ഞ ഡബിൾ ബോണ്ട് ഉള്ളത്. അപ്പോൾ അതായത് ഏറ്റവും ചെറുത് ഏതാണോ നമ്മൾ അതെടുക്കണം. അപ്പോൾ ഇവിടെ എഴുതാൻ ചെറിയ നമ്പർ 1 ആണ്. അപ്പോൾ അതുകൊണ്ട് ബ്യൂട്ട് നമുക്ക് 1E തന്നെ എഴുതാം. ഓക്കെ ആണല്ലോ. നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോബ്ലം തന്നെ വീണ്ടും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. CH3 CH ഡബിൾ ബോണ്ട് CH3. ഇനി ഇവിടെ എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കിക്കേ. 4 കാർബൺ ഉണ്ട്. അപ്പോൾ നമുക്ക് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് നമ്പർ ചെയ്ത് കൊടുക്കാം. 1 2 3 4 തിരിച്ച് 1 2 3 4. ഇനി നോക്കിക്കേ, ലെഫ്റ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും റൈറ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും 2ാമത്തെ പൊസിഷനിലാണ് എന്തുള്ളത്, ഈ പറയുന്ന ഡബിൾ ബോണ്ട് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സെക്കൻഡ് പൊസിഷനിലാണ് ഡബിൾ ബോണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ എങ്ങനെ വരും? വേർഡ് റൂട്ട് എന്താ വരിക? ബ്യൂട്ട് ആയതുകൊണ്ട് ബ്യൂട്ട് വരും. പിന്നെ സെക്കൻഡ് പൊസിഷൻ ആയതുകൊണ്ട് ഹൈഫൺ ഇട്ടിട്ട് 2 എഴുതുക. വീണ്ടും ഹൈഫൺ ഇട്ടിട്ട് ഈൻ എഴുതുക, ആൽക്കീൻ ആയതുകൊണ്ട്. നമുക്ക് മനസ്സിലാക്കണം എത്ര സിമ്പിളാണ് നെയിമിങ് എന്നല്ലേ. ആകെ നമ്പറിങ്ങിൻ്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് അടുത്ത ഒരു ചോദ്യം കൂടെ നോക്കാം. ഇതാണ് നമ്മുടെ ചോദ്യം. നോക്കിക്കേ, നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും നമ്മൾ നമ്പർ ചെയ്യണം. ഇനി നമ്മുടെ ഡബിൾ ബോണ്ട് എവിടെയാണെന്ന് നോക്കണം. നോക്കിക്കേ, ലെഫ്റ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് പൊസിഷനിലും റൈറ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ 4th പൊസിഷനിലാണ്. ഏറ്റവും ചെറുത് ഏതാ? 2 ആണോ 4 ആണോ? 2 ആണല്ലേ ചെറുത്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? 6 ആയതുകൊണ്ട് ഹെക്സ് ആയിരിക്കും നമ്മുടെ വരിക. അപ്പോൾ നമ്മൾ ഹെക്സ് ആണ് നമ്മുടെ വേർഡ് റൂട്ട്. അപ്പോൾ ഹെക്സ് എഴുതിയിട്ട് ഹൈഫൻ ഇടുക. നമ്മുടെ പൊസിഷൻ എത്രയാണ്? 2 ആണല്ലോ. 2 എഴുതി. എന്നിട്ട് ആൽക്കീൻ ആയതുകൊണ്ട് ഈൻ എഴുതി. ഓക്കെ ആണല്ലോ. ഒരു ചോദ്യം കൂടെ തരാം, അത് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. ഈ ആൻസർ കിട്ടാത്തവരും കൂടെ നോക്കിക്കേ. എങ്ങനെയാണ് ചെയ്യുക? ആദ്യം നമ്മൾ നമ്പർ ചെയ്യണം അല്ലേ. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും നമ്മൾ നമ്പർ 7 കാർബൺ ഉള്ളതുകൊണ്ട് നമ്മുടെ വേർഡ് റൂട്ട് എന്തായിരിക്കും? ഹെപ്റ്റ് ആയിരിക്കും അല്ലേ. ഇനി എത്രാമത്തെ പൊസിഷനിലാണ് നമ്മുടെ ഡബിൾ ബോണ്ട് എന്ന് നോക്കിക്കേ. ലെഫ്റ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ 3rd പൊസിഷനിലും റൈറ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ 4th പൊസിഷനിലുമാണ് അല്ലേ. അപ്പോൾ അങ്ങനെയെങ്കിൽ 3rd എടുക്കണം, കാരണം ചെറുതാണ്. അപ്പോൾ നമ്മൾ ഹെപ്റ്റ് 3 എന്നിട്ട് ഈൻ എഴുതണം. ഓക്കെ ആണല്ലോ. ഹെപ്റ്റ് 3E. ഇനി ആൽക്കൈൻ എങ്ങനെ നെയിം ചെയ്യാൻ നമുക്ക് നോക്കിയാലോ. ആൽക്കൈൻ്റെ നെയിമിംഗ് ആണ് അടുത്ത പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. CH ട്രിപ്പിൾ ബോണ്ട് CH. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ ചെയ്യണം അല്ലേ. 1 and 2 തിരിച്ചും നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ സെയിം രീതി തന്നെ വരിക. അത് എങ്ങനെ നോക്കിയാലും 1 ഫസ്റ്റ് പൊസിഷനിൽ തന്നെയാണ് ട്രിപ്പിൾ ബോണ്ട് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? 2 കാർബൺ ഉള്ളതുകൊണ്ട് നമ്മുടെ വേർഡ് റൂട്ട് ഇതായിരിക്കും. ഇനി ട്രിപ്പിൾ ബോണ്ട് ഫസ്റ്റ് പൊസിഷനിലാണല്ലോ വരുന്നത്, തിരിച്ചു മറിച്ച് നോക്കിയാൽ. അപ്പം നമ്മൾ ഹൈഫൺ ഇട്ടിട്ട് 1 എഴുതി. അതിനുശേഷം നമ്മൾ എന്ത് എഴുതുന്നു? ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് YNE ഐൻ എഴുതി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈത് 1 ഐൻ എഴുതണം. ഇനി നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഈത് 1 ഐൻ ആയിരിക്കില്ല, ഈത് ഐൻ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾ ടെൻഷൻ അടിക്കും. അയ്യോ അങ്ങനെയല്ലല്ലോ ഇങ്ങനെയല്ലേ എന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മേളത്തെ ഈത് 1 ഐ എന്ന് പഠിപ്പിച്ചത്.
അപ്പോൾ നമുക്ക് തറോ ആവും. തെറ്റൊന്നുമില്ല, രണ്ട് രീതിയിൽ എഴുതിയാലും ശരി തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. CH3 ട്രിപ്പിൾ ബോണ്ട് CH3 ആണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ ചെയ്യണം അല്ലേ? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും നമ്പർ ചെയ്യണം. ഓക്കെ ആണല്ലോ? അത് സ്റ്റെപ്പ് ക്ലിയർ ആണല്ലോ? ട്രിപ്പിൾ ബോണ്ട് എവിടെയുള്ളത് നോക്കി. ലെഫ്റ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പൊസിഷനിലും റൈറ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് പൊസിഷനിലും. അപ്പോൾ ഏറ്റവും ചെറുത് ഏതാ? ലെഫ്റ്റിൽ നിന്ന് വരുന്ന 1 ആയിരിക്കും. ഇവിടെ നമ്പർ ഓഫ് കാർബൺ 3 ആയതുകൊണ്ട് വേർഡ് റൂട്ട് എന്തായിരിക്കും? പ്രൊപ്പായിരിക്കും അല്ലേ? പ്രൊപ്പ് എഴുതിയിട്ട് ഹൈഫൺ ഇട്ടു. എത്രാമത്തെ പൊസിഷനിൽ? ഫസ്റ്റ് പൊസിഷൻ. അപ്പോൾ 1 എഴുതി. എന്നിട്ട് വീണ്ടും ഒരു ഹൈഫൺ ഇട്ടു. എന്നിട്ട് എന്ത് എഴുതണം? YNE ഐ എന്ന് എഴുതണം. അപ്പോൾ പ്രൊപ്പ് 1 ഐനാണ് ഇതിൻ്റെ നെയിം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. CH ട്രിപ്പിൾ ബോണ്ട് CH2 CH3 അല്ലേ? ആദ്യം എന്ത് ചെയ്യണം? നമ്പർ ചെയ്യണം അല്ലേ? അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും നമ്മൾ നമ്പർ ചെയ്യണം. ഇനി നോക്കിയാൽ നമ്പർ ഓഫ് കാർബൺ 4 ആയതുകൊണ്ട് തന്നെ ബ്യൂട്ട് വരും അല്ലേ? ഇനി ഒരു ഹൈഫൺ ഇടുക. എത്രാമത്തെ പൊസിഷനിലാണ് നോക്കിക്കേ ട്രിപ്പിൾ ബോണ്ട് വന്നേക്കുന്നത്? ഫസ്റ്റ് പൊസിഷനിൽ. ലെഫ്റ്റിൽ നിന്ന് നോക്കിയാൽ ഫസ്റ്റ് പൊസിഷനിലും റൈറ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തേർഡ് പൊസിഷനിലും. ഏറ്റവും ചെറുത് ഏതാ? ഫസ്റ്റ് പൊസിഷൻ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ 1 എഴുതാം. എന്നിട്ട് എന്ത് ചെയ്തു? YNE. ഓക്കെ ആണല്ലോ? അപ്പോൾ ബ്യൂട്ട് 1 ഐനാണ് ഇതിൻ്റെ നെയിം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. CH3 ട്രിപ്പിൾ ബോണ്ട് CH3 അല്ലേ? ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഓർമ്മയുണ്ടല്ലോ? നമ്പർ ചെയ്യുക. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും. ഇവിടെ നമ്പർ ഓഫ് കാർബൺ 4 ആയതുകൊണ്ട് ബ്യൂട്ട് വരും അല്ലേ? ഇനി എത്രാമത്തെ പൊസിഷനിലാണ് ട്രിപ്പിൾ ബോണ്ട് നോക്കിയേ? ലെഫ്റ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് പൊസിഷനിലും റൈറ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് പൊസിഷനിലും. എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് പൊസിഷൻ തന്നെ ആയതുകൊണ്ട് 2 തന്നെ എടുത്താൽ മതി. അപ്പോൾ 2 ഹൈഫൺ ഇട്ടു. ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് YNE എഴുതി. അപ്പോൾ ബ്യൂട്ട് 2 ഐന്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. CH3 ട്രിപ്പിൾ ബോണ്ട് CH2 CH3. ആദ്യം നമ്പർ ചെയ്യുക. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും. ഇവിടെ 6 കാർബൺ ആയതുകൊണ്ട് ഹെക്സ് വരും അല്ലേ? ഹെക്സ് എഴുതിയതിന് ശേഷം ഹൈഫൺ ഇട്ടു. എത്രാമത്തെ കാർബണിലാണ് നോക്കി ട്രിപ്പിൾ ബോണ്ട് വന്നിരിക്കുന്നത്? ലെഫ്റ്റിൽ നിന്ന് നോക്കിയാൽ സെക്കൻഡിൽ നിന്നും റൈറ്റിൽ നിന്ന് നോക്കിയാൽ ഫോർത്ത്. ഏറ്റവും ചെറുത് ഏതാ? സെക്കൻഡ്. ലെഫ്റ്റിൽ നിന്നുള്ള സെക്കൻഡ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 എഴുതി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഹൈഫൺ ഇട്ടു. YNE എഴുതി. കാരണം ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട്. ഇനി ചോദ്യം നോക്കിയാൽ CH3 CH2 C ട്രിപ്പിൾ ബോണ്ട് CH2 CH3. അത് നമ്മൾ നമ്പർ ചെയ്യണം. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും. തന്നെത്താനൊന്ന് ചെയ്ത് നോക്കണേ. നമ്പർ ഓഫ് കാർബൺ 7 ആയതുകൊണ്ട് ഹെപ്റ്റ് വരും അല്ലേ? ഹെപ്റ്റ് എഴുതി. പിന്നെ ഹൈഫൺ ഇട്ടു. എത്രാമത്തെ കാർബണിലാണ് നോക്കിക്കഴിഞ്ഞാൽ ഫോർത്ത് കാർബണിലും റൈറ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തേർഡ് കാർബണിലും. അപ്പോൾ നമുക്ക് ചെറുത് 3 ആയതുകൊണ്ട് 3 YNE. ഓക്കെ ആണല്ലോ? നെയിം നോക്കുകയാണെങ്കിൽ ഹെപ്റ്റ് 3 ഐനാണ്. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ നേരത്തെ കണ്ട 2 ഹൈഡ്രോ കാർബൺസിൻ്റെ നെയിം നോക്കാം. ആദ്യം നോക്കിക്കേ. ആദ്യം എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കിയേ. അവിടെ 5 കാർബൺ ഉണ്ട് അല്ലേ? 5 കാർബൺ ഉള്ളതുകൊണ്ട് പെൻഡ് ആയിരിക്കും അതിൻ്റെ വേർഡ് റൂട്ട്. ഇനി ആൽക്കെയിൻ ആയതുകൊണ്ട് പെൻഡെയിൻ എന്ന് വരും അല്ലേ? ഇനി അടുത്ത ഹൈഡ്രോ കാർബൺ നോക്കി. അതെങ്ങനെയാണ്? 1 2 3 4 കാർബൺ ഉണ്ട്. പിന്നെ തൊട്ട് താഴെ വേറൊരു കാർബൺ ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ 5 എണ്ണം ഇല്ലേ? അപ്പം എങ്ങനെ ഇരിക്കും ഇത് നെയിം ചെയ്യാം? അപ്പം നമ്മളിനി അടുത്ത പഠിക്കാൻ പോകുന്നത് ഇതുപോലെ ബ്രാഞ്ചുകൾ വരികയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഇവരെ നെയിം ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇങ്ങനെ ബ്രാഞ്ചുകൾ വരുന്ന സമയത്ത്. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പം നോക്കി, മറ്റേ ഹൈഡ്രോ കാർബണിനകത്ത് ഇതുപോലെ ബ്രാഞ്ചുകളൊന്നുമില്ല. ഇവിടെ രണ്ടാമത്തെ ഹൈഡ്രോ കാർബണിനകത്ത് മാത്രമേ ബ്രാഞ്ച് ഉള്ളൂ. ഇങ്ങനെ ബ്രാഞ്ച് വരുന്നതിനെ നമ്മൾ എങ്ങനെയാണ് നെയിം ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. നോക്കി, ഇവിടെ എന്താ കൊടുത്തത്? നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻസ് വിത്ത് ബ്രാഞ്ച് അല്ലേ? ബ്രാഞ്ച് വരുന്ന ആൽക്കെയിനുകളുടെ നെയിമിംഗ് ആണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ പോയിന്റ്സ് നോക്കാം. ഫൈൻഡ് ദ ലോങ്ങസ്റ്റ് ചെയിൻ, നമ്പർ ദ ലോങ്ങസ്റ്റ് ചെയിൻ, ഡിറ്റർമൈൻ ദ ബ്രാഞ്ച് ആൻഡ് ഇറ്റ്സ് പൊസിഷൻ. ഇങ്ങനെ പറയുമ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് പോലും മനസ്സിലാവുന്നില്ല അല്ലേ? അതുപോലെ താഴെ കൊടുത്തിട്ടുണ്ട് പൊസിഷൻ, നമ്പർ ഓഫ് ബ്രാഞ്ച്, ഹൈഫൺ, എക്സെട്ര എക്സെട്ര. അതെങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യനകത്ത് നമ്മൾ ആദ്യം ലോങ്ങസ്റ്റ് ചെയിൻ കണ്ടുപിടിക്കണം. ഇപ്പം ഞാൻ വരച്ചത് ഒരു ചെയിനാണെന്ന് കരുതിക്കോ. അപ്പോൾ അവിടെ എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ ഉണ്ട്. ഓക്കെ ആണല്ലോ? ഇനി തിരിച്ച് നമുക്ക് എന്ത് എഴുതാം? 4 കാർബൺ എഴുതാം. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് വേറെ രീതിയിൽ എങ്ങനെയും ഒരു ലോങ്ങസ്റ്റ് ചെയിൻ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കി. ഇങ്ങനെ നമുക്കൊരു ലോങ്ങസ്റ്റ് ചെയിൻ കണ്ടുപിടിക്കാൻ പറ്റില്ലേ നോക്കി. ഇങ്ങനെ നമുക്ക് വരയ്ക്കാം. അങ്ങനെയെങ്കിലും എങ്ങനെ വരിക? 1 2 3 4. നമുക്ക് തിരിച്ചു എഴുതാം. തിരിച്ച് നമ്പർ ചെയ്യാം. 1 2 3 4. എപ്പോഴും തിരിച്ചും മറിച്ചും നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ ചെയ്യണം. അത് മറക്കരുത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നോക്കിയാൽ എങ്ങനെ നോക്കിയാലും 4 കാർബൺ ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ലോങ്ങസ്റ്റ് ചെയിൻ എടുക്കാം. അപ്പം ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. ഇവിടെ നോക്കിക്കേ, എത്ര 4 കാർബൺ ഉള്ളതുകൊണ്ട് വേർഡ് റൂട്ട് എന്തായിരിക്കും? ബ്യൂട്ടായിരിക്കും. ഇനി ഇത് ആൽക്കെയിൻ ആയതുകൊണ്ട് എന്തുമായിരിക്കും? ബ്യൂട്ടെയിൻ ആയിരിക്കും. നമ്മൾ ആദ്യം എന്തെഴുതി? ഇത് ഏതാണ് ലോങ്ങസ്റ്റ് ചെയിൻ? ബ്യൂട്ടെയിൻ ആണെന്ന് എഴുതി വെച്ചു. ഓക്കെ ആണ്?
നോക്കിയാൽ ലെഫ്റ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് പൊസിഷനിലും റൈറ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തേർഡ് പൊസിഷനിലുമാണ് എന്തുള്ളത്, നമ്മുടെ ബ്രാഞ്ച് കിടക്കുന്നത് അല്ലേ. അല്ല, അപ്പോൾ നമ്മൾ ആൽക്കൈൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും ഏറ്റവും ചെറുത് നോക്കണം. 2 ആണോ 3 ആണോ ചെറുത്? 2 ആണല്ലേ. അപ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് 2 എടുക്കാം. അപ്പം സെക്കൻഡ് പൊസിഷനിലാണ് ബ്രാഞ്ച് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് എഴുതണം? 2 എന്ന് എഴുതണം ആദ്യം. ഈ തന്നിരിക്കുന്ന ബ്രാഞ്ച് ഏതാണെന്ന് നോക്കിക്കേ, ഒരൊറ്റ കാർബൺ അല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വേർഡ് റൂട്ട് എന്താ? മെത്താണ് അല്ലെങ്കിൽ മീതാണ്. ഇനി ബ്രാഞ്ച് ആണെങ്കിൽ നമ്മൾ വൈ എല്ലും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കും. അപ്പോൾ അതിനെ എന്താക്കി മാറ്റും? മീഥൈൽ എന്ന് മാറ്റും. ഓക്കെ ആണല്ലോ. അതിനെന്ത് പറയും? 2 മീഥൈൽ ബ്യൂട്ടൈൻ എന്ന് പറയും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, നമുക്ക് അതിനകത്ത് ലോങ്ങസ്റ്റ് ചെയിൻ നോക്കാം അല്ലേ. ഇതാദ്യം ഒന്ന് വരച്ച് നോക്കാം. ഇതെന്തോ ലോങ്ങസ്റ്റ് ചെയിൻ എന്ന് നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പോൾ അതിനാദ്യം എന്ത് ചെയ്യണം? നമ്പർ ചെയ്യണം. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ ചെയ്യണം. ഇനി ഞാൻ താഴത്തെ ബ്രാഞ്ചിനോട്ടുള്ള രീതിയിലുള്ള ചെയിനായിട്ട് വേണമെങ്കിലും എടുക്കാം. പക്ഷേ എങ്ങനെ ചെയ്താലും 3 തന്നെ. അതുകൊണ്ട് ഞാൻ ഈ രീതി തന്നെ എടുക്കുന്നു. കാർബൺ ആയതുകൊണ്ട് വേർഡ് റൂട്ട് എന്തായിരിക്കും? പ്രൊപ്പായിരിക്കും അല്ലേ. അപ്പം നമുക്ക് പ്രൊപ്പ് എഴുതാം. ഇനി ബാക്കി എന്തുവാണല്ലേ? ആൽക്കെയിൻ ആയതുകൊണ്ട് പ്രൊപ്പെയിൻ എഴുതാം. ക്ലിയർ ആണല്ലോ. ഇനി എത്രാമത്തെ പൊസിഷനിലാണ് ബ്രാഞ്ച് നോക്കിയാൽ? 2ാമത്തെ പൊസിഷൻ. എത്ര കാർബൺ ഉണ്ട് അവിടെ? 1 കാർബണേ ഉള്ളൂ. അപ്പം മെത്തായിരിക്കും വരിക. ബ്രാഞ്ച് ആയതുകൊണ്ട് വൈ എല്ലും കൂടെ ചേർക്കും. അപ്പം മീഥൈൽ. അപ്പോൾ 2 മീഥൈൽ പ്രൊപ്പെയിൻ ആണ് ഇതിൻ്റെ ഉത്തരം. ഇനി അടുത്ത ചോദ്യം നോക്കി, ഇതിനെ നമ്മൾ ലോങ്ങസ്റ്റ് ചെയിൻ എടുക്കുന്നു അല്ലേ. അപ്പോൾ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണേ ഉള്ളൂ അല്ലേ. ഇനി നോക്കിക്കേ, നമ്മൾ വേറെ രീതിയിലും കൂടെ ലോങ്ങസ്റ്റ് ചെയിൻ എടുക്കാൻ പോവാം. ഇപ്പം നോക്കിക്കേ എത്ര കാർബൺ ഉണ്ടെന്ന്. ഇവിടെ 4 കാർബൺ ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ മറ്റേ രീതി നോക്കിക്കഴിഞ്ഞാൽ 3 കാർബണും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 4 കാർബണും. അപ്പോൾ ലോങ്ങസ്റ്റ് ചെയിൻ ഏതുവാ? 4 കാർബൺസ് ഉള്ളതാണല്ലേ. അപ്പോൾ 3 ഉള്ളതിനെ നമുക്ക് നിഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലോങ്ങസ്റ്റ് ചെയിൻ അല്ലേ. അപ്പോൾ ഇനി നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും നമ്പർ ചെയ്ത് കൊടുക്കുക. നമ്പർ ചെയ്തതിന് ശേഷം നോക്കിക്കേ, ഈ കാണുന്നതാണ് നമ്മുടെ ബ്രാഞ്ച് അല്ലേ. റൈറ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് പൊസിഷനിലും അതേ സമയത്ത് ലെഫ്റ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തേർഡ് പൊസിഷനിലുമാണ് നമ്മുടെ ബ്രാഞ്ച് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡ് പൊസിഷനിലുള്ളത് ഏറ്റവും ചെറുത് എടുക്കണം. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? 4 ആയതുകൊണ്ട് വേർഡ് റൂട്ട് ബ്യൂട്ടൈൻ ആണ്. ഇനി നമ്മുടെ ബ്രാഞ്ചിൻ്റെ പൊസിഷൻ എന്താ? സെക്കൻഡിലാണല്ലോ. അപ്പോൾ 2 ഇടുക. അത് കഴിഞ്ഞിട്ട് എന്ത് വരും? ഒരൊറ്റ കാർബൺ ആയതുകൊണ്ട് മെത്ത് എഴുതുക. എന്നിട്ട് ബ്രാഞ്ച് ആയതുകൊണ്ട് വൈ എല്ലും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ 2 മീഥൈൽ ബ്യൂട്ടൈൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇവിടെ ഏതാണ് ലോങ്ങസ്റ്റ് ചെയിൻ എന്നാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. നോക്കിക്കേ, ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ 4 കാർബൺ ആണല്ലേ ഇവിടെ ഉള്ളത്. ഇനി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാലോ? ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5 കാർബൺ കിട്ടുമല്ലേ. അപ്പോൾ അതായത് ലോങ്ങസ്റ്റ് ചെയിൻ അപ്പോൾ ഏതാ? 2ാമത് വരച്ചതാണ് ലോങ്ങസ്റ്റ് ചെയിൻ. അപ്പോൾ നമ്മൾ നമ്മുടെ ലോങ്ങസ്റ്റ് ചെയിൻ എടുത്തതിന് ശേഷം നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഇതാണ് നമ്മുടെ ബ്രാഞ്ച് എന്ന് മനസ്സിലാക്കി അല്ലേ. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും നമ്പർ ചെയ്ത് കൊടുക്കുക. ലെഫ്റ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും റൈറ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും തേർഡ് പൊസിഷനിലാണല്ലേ നമ്മുടെ ബ്രാഞ്ച് ഇരിക്കുന്നത്. അപ്പോൾ അത് കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് എഴുതണം? 5 കാർബൺ ആയതുകൊണ്ട് പെൻറ്റെയിൻ ആദ്യം എഴുതണം. ഓക്കെ ആണല്ലോ. പെൻറ്റെയിൻ ആദ്യം എഴുതി. ഇനി അതിന് ശേഷം എന്ത് ചെയ്യണം? തേർഡ് പൊസിഷനിലായതുകൊണ്ട് 3 എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് എഴുതണം? ബ്രാഞ്ചിന് എത്ര എണ്ണം ഉണ്ട്? 1 കാർബൺ അല്ലേ ഉള്ളൂ. അതുകൊണ്ട് എന്തൊരു മെത്ത് വരും. ഇനി ബ്രാഞ്ച് ആയതുകൊണ്ട് വൈ എല്ലും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ 3 മീഥൈൽ പെൻറ്റെയിൻ എന്നാണ് നമ്മുടെ ഉത്തരം. ഇനി അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഇനി പറ്റുന്നവരാണെങ്കിൽ തന്നെത്താനൊന്ന് ചെയ്ത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആദ്യത്തെ ക്വസ്റ്റ്യനകത്ത് ലോങ്ങസ്റ്റ് ചെയിൻ നമുക്ക് ഒറ്റയടിക്ക് തന്നെ കണ്ടുപിടിക്കാം അല്ലേ. 6 കാർബണുള്ള ഇതാണ് ലോങ്ങസ്റ്റ് ചെയിൻ. ഇനി നമുക്ക് എന്താ അറിയാം? അപ്പോൾ തൊട്ട് താഴെയുള്ളതാണ് ബ്രാഞ്ച് എന്ന് മനസ്സിലായി. ഇനി അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ ചെയ്യണം. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും നമ്പർ ചെയ്യണം. അതൊക്കെ ആണല്ലോ. എനിക്ക് മേലെ എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല. നിങ്ങൾ എഴുതി നോക്കുക. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് പൊസിഷനിലും അതുപോലെ തന്നെ 5th പൊസിഷനിലും ആയിരിക്കും എന്ത് വരിക? ഈ പറയുന്ന ബ്രാഞ്ച് വരുന്നത്. അപ്പോൾ ഏറ്റവും ചെറുത് ഏതാ? സെക്കൻഡ് പൊസിഷൻ ആയതുകൊണ്ട് നമുക്ക് ഏതെടുക്കാം? സെക്കൻഡ് എടുക്കാം. ഇനി ഇവിടുത്തെ നമ്പർ ഓഫ് കാർബൺ 6 ആയതുകൊണ്ട് തന്നെ അതിൻ്റെ വേർഡ് റൂട്ട് എന്തായിരിക്കും? ഹെക്സൈൻ ആയിരിക്കും വരിക. ഓക്കെ ആണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്കൻഡ് പൊസിഷനിലാണ് നമ്മുടെ ബ്രാഞ്ച്, അതുകൊണ്ട് 2 എഴുതി. അതുകൊണ്ട് മെത്ത് ആയതുകൊണ്ട് തന്നെ മീഥൈൽ എന്നും കൊടുത്തു. അപ്പോൾ 2 മീഥൈൽ ഹെക്സൈൻ എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ നെയിം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏതാണ് ലോങ്ങസ്റ്റ് ചെയിൻ എന്ന്. അപ്പോൾ നമ്മൾ ലോങ്ങസ്റ്റ് ചെയിൻ കണ്ടുപിടിച്ചതിന് ശേഷം അതിന് നമ്പർ ഇട്ടപ്പോൾ നമുക്ക് മനസ്സിലായി 4 കാർബൺ ഉള്ളത്, അതുകൊണ്ട് തന്നെ ബ്യൂട്ടൈനാണ്. ഇനി നമ്മൾ നോക്കിക്കേ എത്രാമത്തെ പൊസിഷനിലാണ്? ലെഫ്റ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തേർഡ് പൊസിഷനിലും റൈറ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് പൊസിഷനിലും. അപ്പോൾ ചെറുത് ഏതാ? സെക്കൻഡാണ്. അപ്പോൾ 2 എടുക്കാം. 2 എടുത്തു. ഇനി എത്ര കാർബൺ ഉണ്ട്? 1 കാർബണേ ഉള്ളൂ ബ്രാഞ്ചിന്. അപ്പോൾ അതുകൊണ്ട് മെത്ത് വരും. ഓക്കെ ആണല്ലോ. അപ്പം 2 മീഥൈൽ ബ്യൂട്ടൈൻ എന്നുള്ളതാണ് നമ്മുടെ ഉത്തരം. ക്വസ്റ്റ്യൻ നോക്കിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ അത് ലോങ്ങസ്റ്റ് ചെയിൻ ഏതാന്ന് നോക്കി.
നോക്കിക്കേ, നമുക്ക് ഇങ്ങനെ ഒരു ചെയിൻ കിട്ടത്തില്ലേ? ഈ ചെയിനിൽ നമുക്ക് 6 കാർബൺ ഉണ്ടാവും അല്ലേ? നോക്കിയാൽ 6 കാർബൺ ഉണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ ഒരു ചെയിൻ കിട്ടത്തില്ലേ? നോക്കി, ഇങ്ങനെ ഒരു ചെയിൻ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തും 5 കാർബണുള്ളത്. നേരത്തെ നമുക്ക് 6 കാർബൺ കിട്ടി, ഇവിടെ 5 കാർബൺ. വലുതേതാ? 6 കാർബൺ ഉള്ളതാ. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രാഞ്ച്, ഇതാണ് നമ്മുടെ ലോങ്ങസ്റ്റ് ചെയിൻ. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് ലോങ്ങസ്റ്റ് ചെയിൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും നമ്പർ ചെയ്ത് കൊടുക്കാവേ. നമ്മുടെ ബ്രാഞ്ച് ലെഫ്റ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ 3rd പൊസിഷനിലും റൈറ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ 4th പൊസിഷനിലും അല്ലേ? അതിൽ ചെറുതെടുക്കണം അല്ലേ? അപ്പോൾ 3 ആണ് എടുക്കണം. ഇനി നമ്മുടെ ഹൈഡ്രോ കാർബൺ 6 കാർബൺ ഉള്ളതായതുകൊണ്ട് നമുക്ക് എന്തായിരിക്കും? ഹെക്സെയിൻ എഴുതണം. ഇനി ബ്രാഞ്ച് എത്രാമത്തെ പൊസിഷനിലാണ്? 3rd പൊസിഷൻ. അതുകൊണ്ട് 3 എഴുതിയതിന് ശേഷം ഹൈഫൺ ഇട്ടിട്ട് മെത്താണ്, അതായത് ബ്രാഞ്ച് ഒരെണ്ണേ ഉള്ളൂ, അതുകൊണ്ട് മീഥൈൽ 3 മീഥൈൽ ഹെക്സെയിൻ. ദിവസം നോക്കിയേ, ഇതിനകത്ത് ലോങ്ങസ്റ്റ് ചെയിൻ ഇതാ, ഇതെടുക്കാം. നമുക്ക് ഇങ്ങനെ എടുക്കാം. അപ്പം എങ്ങനെ എടുത്താലും 5 കാർബൺ തന്നെയല്ലേ വരുന്നത്. അപ്പോൾ എങ്ങനെ വേണം നമുക്ക് എടുക്കാം. അടുത്ത് നമുക്ക് നമ്പർ ചെയ്യാം അല്ലേ ലോങ്ങസ്റ്റ് ചെയിനെ. അപ്പം തിരിച്ചും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും നമുക്ക് നമ്പർ ചെയ്യാം. എങ്ങനെ നോക്കിയാലും 3rd പൊസിഷനിലാണല്ലേ ബ്രാഞ്ച്. 5 കാർബൺ ആയതുകൊണ്ട് അതിൻ്റെ വേർഡ് റൂട്ട് നമുക്ക് എന്തെടുക്കാം? പെൻഡെന്ന് എടുക്കാം അല്ലേ? ആൽക്കേൻ ആയതുകൊണ്ട് പെൻഡെയിൻ എഴുതാം. ഓക്കെ ആണല്ലോ? പെൻഡെയിൻ. ഇന്ന് നോക്കിയേ, 3ാമത്തെ പൊസിഷനിലാണല്ലേ നമ്മുടെ ബ്രാഞ്ച് ഉള്ളത്. അപ്പോൾ നമ്മൾ 3 കൊടുക്കണം. ഇതിൽ നോക്കിയേ, എത്ര കാർബണാണ് ബ്രാഞ്ചിനകത്തുള്ളത്? 2 കാർബണാണുള്ളത്. അപ്പോൾ നമ്മൾ ബ്രാഞ്ചിൻ്റെ വേർഡ് റൂട്ട് എത്ത് കൊടുക്കണം അല്ലേ? അപ്പം 3 ഈഥൈൽ പെൻഡെയിൻ എന്ന് വരും. അപ്പോൾ നമ്മളിപ്പം ഒരു ബ്രാഞ്ച് വന്നാലതൊക്കെ പഠിച്ചല്ലേ. ഇനി 2 ബ്രാഞ്ച് വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും നെയിം ചെയ്യാനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ പഠിക്കാനുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്നത് നോക്കിയേ, 2 ആണെങ്കിൽ ഡൈ, 3 ആണെങ്കിൽ ട്രൈ, 4 ആണെങ്കിൽ ടെട്ര, 5 ആണെങ്കിൽ പെൻഡ, 6 ആണെങ്കിൽ ഹെക്സ, 7 ആണെങ്കിൽ ഹെപ്റ്റ, അങ്ങനെ പോകില്ലേ. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇതിനകത്ത് ലോങ്ങസ്റ്റ് ചെയിൻ ഏതാ നോക്കിക്കേ. ലോങ്ങസ്റ്റ് ചെയിൻ കണ്ടുപിടിക്കാൻ ഭയങ്കര സിമ്പിളല്ലേ. എങ്ങനെ നോക്കിയാലും ഇത് 3 തന്നെയായിരിക്കും അതിൻ്റെ ലോങ്ങസ്റ്റ് ചെയിൻ വരിക. നമ്പർ ഓഫ് കാർബൺ 3 ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം വേർഡ് റൂട്ട് എന്തായിരിക്കും? പ്രൊപ്പായിരിക്കും. അതുകൊണ്ട് ആൽക്കെയിൻ ആണെങ്കിൽ പ്രൊപ്പെയിൻ ആയിരിക്കും വരിക. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? പ്രൊപ്പെയിൻ എഴുതാം ആദ്യം തന്നെ. നോക്കിയേ, ഈ കാണുന്ന 2 എണ്ണമാണല്ലേ ഇതിൻ്റെ ബ്രാഞ്ചുകൾ. എല്ലാം എത്രാമത്തെ പൊസിഷനിലാണ് നോക്കി? 1, 2, 3. അതിനകത്ത് 2ാമത്തെ പൊസിഷനിലാണ്. എങ്ങനെ വന്നാലും 2ാമത്തെ പൊസിഷനിലാണ് 2 ബ്രാഞ്ചുകളും ഉള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം എന്നറിയോ? 2,2 എന്ന് എഴുതണം. അതായത് 2 ബ്രാഞ്ചുകളും എന്താ 2 എന്ന് പറയുന്ന പൊസിഷനിലുള്ള കാർബണിൽ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ 2,2 ഇട്ടിട്ട് ഡൈ എന്ന് കൊടുക്കണം. ഡൈ മീഥൈൽ എന്ന് കൊടുക്കണം. 2 മീഥൈൽ ഗ്രൂപ്പുകളാണ്. പിന്നെ അതുകൂടാതെ 2 എണ്ണം ഉണ്ട്, അതുകൊണ്ട് ഡൈ മീഥൈൽ എന്ന് കൊടുക്കണം. അപ്പോൾ 2 ഡൈ മീഥൈൽ പ്രൊപ്പൈൻ. അടുത്ത ചോദ്യം നോക്കാം. നോക്കിക്കേ, ഇതിനകത്ത് ലോങ്ങസ്റ്റ് ചെയിൻ ഏതാ നോക്കിക്കേ. കണ്ടാൽ തന്നെ നമുക്കറിയാം അല്ലേ, ഇതാണ് ലോങ്ങസ്റ്റ് ചെയിൻ. എങ്ങനെ എടുത്താലും ഇത് തന്നെയായിരിക്കും ലോങ്ങസ്റ്റ് ചെയിൻ. നമുക്ക് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും എന്ത് ചെയ്യാം? നമ്പർ ചെയ്യാം അല്ലേ. ഇനി ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഇനി നമുക്ക് റൈറ്റിൽ നിന്ന് നോക്കിയേ. റൈറ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ 2nd പൊസിഷനിലും 4th പൊസിഷനിലുമാണല്ലേ ബ്രാഞ്ചുകളുള്ളത്. ആണല്ലോ. അപ്പോൾ 2, 4 എന്ന് ഞാൻ ഇട്ടു. ഇനി തിരിച്ചു നോക്കിക്കേ, തിരിച്ച് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ 2nd പൊസിഷനിലും 4th പൊസിഷനിലും രണ്ടും ഒരുപോലെയാണ്. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. 5 കാർബൺ ആയതുകൊണ്ട് പെൻഡ് വരും അല്ലേ? പെൻഡും ആൽക്കെയിൻ ആയതുകൊണ്ട് എയിനും വരും, പെൻഡെയിൻ. നോക്കിയേ, ഏതൊക്കെ കാർബണുകളിലാണ്? 2nd-ലും 4th-ലും അല്ലേ? അപ്പം 2,4 ഇടുക അല്ലേ? 2,4 ഇട്ടിട്ട് 2 മീഥൈൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഡൈ മീഥൈൽ എന്ന് വരും. 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ഡൈ മീഥൈൽ പെൻഡെയിൻ. അപ്പോൾ കിട്ടിയല്ലോ 2,4 ഡൈ മീഥൈൽ പെൻഡെയിൻ. ദിവസം നോക്കിയേ, ഞാൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏതാ ലോങ് ചെയിൻ എന്ന് മനസ്സിലാവും അല്ലേ. നമുക്കൊന്ന് നമ്പർ ഇടാം. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും നമ്പർ ചെയ്യാം കേട്ടോ. ഇനി ഒന്ന് ശ്രദ്ധിച്ചോണേ. ഇനി ലെഫ്റ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2ാമത്തെ പൊസിഷനിലും 4ാമത്തെ പൊസിഷനിലുമാണല്ലേ ബ്രാഞ്ചുകളുള്ളത്. ഇനി തിരിച്ച് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് നോക്കിക്കേ. അങ്ങനെ നോക്കുമ്പം 3rd പൊസിഷനിലും 5th പൊസിഷനിലുമാണല്ലേ ബ്രാഞ്ചുകളുള്ളത്. ഇനിയാണ് മക്കളെ ശ്രദ്ധിക്കാനുള്ളത്. നോക്കിയാൽ ഇപ്പോൾ 2ഉം 4ഉം ഉണ്ട്, 3ഉം 5ഉം ഉണ്ടല്ലേ. ഇതിനകത്ത് ഏറ്റവും ചെറുത് ഏതാണെന്ന് നോക്കാം. നോക്കിയേ, 2ഉം 4ഉം അല്ലേ 3ഉം 5-നേക്കാളും ചെറുത്. അപ്പോൾ നമുക്കതെടുക്കാം. അപ്പം 2ലും 4ലും അല്ലേ. ഇനി നമ്പർ ഓഫ് കാർബൺ 6 ആയതുകൊണ്ട് ഹെക്സെയിൻ ആയിരിക്കും, നമുക്കറിയാലോ. ഇനി നമ്മുടെ ബ്രാഞ്ചസിൻ്റെ പൊസിഷൻ 2ഉം 4ഉം ആയതുകൊണ്ട് 2,4 നമ്മൾ എഴുതണം. ഓക്കെ ആണല്ലോ. എന്നിട്ട് ഹൈഫൺ ഇടുക. എന്നിട്ട് 2 മീഥൈൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഡൈ മീഥൈൽ ഹെക്സെയിൻ എന്ന് കൊടുക്കണം. അപ്പോൾ 2,4 ഡൈ മീഥൈൽ ഹെക്സെയിൻ എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ദിവസം നോക്കിയേ,
ഇവിടെ നമ്മുടെ ലോങ്ങസ്റ്റ് ചെയിൻ കണ്ടുപിടിക്കണം. കാണുമ്പോൾ തന്നെ അറിയാം ഇത് തന്നെയാണ് നമ്മുടെ ലോങ്ങസ്റ്റ് ചെയിൻ അല്ലേ. നമുക്ക് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും നമ്പർ ചെയ്ത് കൊടുക്കാവേ. നമ്മുടെ നമ്പർ ഓഫ് കാർബണിൻ്റെ എണ്ണം 6 ആയതുകൊണ്ട് അത് ഹെക്സെയിൻ ആയിരിക്കും അല്ലേ. നോക്കിയേ, റൈറ്റിൽ നിന്ന് നമ്പർ ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2, 3, 5 ഈ പൊസിഷനുകളിലാണ് എന്തുള്ളത്, ബ്രാഞ്ചുകളുള്ളത്. അപ്പോൾ 2, 3, 5 നമ്മൾ എഴുതി. ഇനി അതേ സമയത്ത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നോക്കിക്കേ 2, 4, 5 പൊസിഷനുകളിലാണ്. എന്തൊക്കെയാണ്? 2, 4, 5. നമ്മൾ സാധാരണ നോക്കുന്ന പോലെ ഏറ്റവും ചെറുത് ഏതാ? 2, 3, 5 ആണോ 2, 4, 5 ആണോ ചെറുത്? 2, 3, 5 ആണല്ലേ ചെറുത്. അപ്പോൾ നമുക്കതെടുക്കാം. ഇനി നമ്മൾ എന്ത് എഴുതണം? 2, 3, 5 എന്ന് കോമ ഇട്ട് എഴുതിയതിന് ശേഷം ഹൈഫൺ ഇട്ടതിന് ശേഷം 3 മീഥൈൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് ട്രൈ മീഥൈൽ ഹെക്സെയിൻ എഴുതണം. അപ്പം 2, 3, 5 ട്രൈ മീഥൈൽ ഹെക്സെയിൻ എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ഇനി അടുത്തൊരു ചോദ്യം നോക്കി. ഇതിനകത്ത് ലോങ്ങസ്റ്റ് ചെയിൻ നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. നമുക്ക് ഇങ്ങനെ ഒരു ചെയിൻ കിട്ടും, എന്നാൽ അതേ സമയത്ത് നേരെ ഒരു ചെയിൻ കിട്ടും. നേരെയുള്ള ചെയിനകത്ത് 4 കാർബണുള്ളത്. എന്നാൽ മറ്റേ രീതിയിൽ നോക്കിക്കഴിഞ്ഞാലോ 5 കാർബണുള്ളത് അല്ലേ. അപ്പോൾ നമ്മുടെ ലോങ് ചെയിൻ എന്ന് പറയുന്നത് ഈ കാണുന്നതാണല്ലേ. അപ്പോൾ ഈ ലോങ് ചെയിൻ എടുത്തു കഴിഞ്ഞാൽ 2 ബ്രാഞ്ചസാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ തിരിച്ചും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും എന്ത് ചെയ്യണം? നമ്മൾ നമ്പർ ചെയ്യണം. പക്ഷേ ഇവിടെ ഞാനത് എഴുതാത്തതിൻ്റെ കാര്യം വേറൊന്നുമല്ല. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് എഴുതിയാലും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് എഴുതിയാലും 3rd പൊസിഷനിൽ തന്നെയാണ് എന്ത് വരുന്നത്? 2 ബ്രാഞ്ചുകളും വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് 3, 3 എന്ന് എഴുതണം. കാരണം 2 മീഥൈൽ ഗ്രൂപ്പാണ്. ഹൈഫൺ ഇട്ടിട്ട് 2 മീഥൈൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഡൈ മീഥൈൽ എഴുതണം. എന്നിട്ട് നോക്കിക്കേ 5 കാർബൺ ആയതുകൊണ്ട് പെൻറ്റെയിൻ എഴുതണം. ഓക്കെ ആണല്ലോ. അപ്പോൾ 3, 3 ഡൈ മീഥൈൽ പെൻറ്റെയിൻ എന്നുള്ളതാണ് നമ്മുടെ ഇതിൻ്റെ നെയിം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി. തന്നെത്താനെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്ത് നോക്കുക, അല്ലാത്തവർ ഒന്ന് ട്രൈ എങ്കിലും ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉത്തരം നോക്കിക്കോ. നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് നോക്കിക്കേ. ആദ്യം എന്താ ലോങ് ചെയിൻ കണ്ടുപിടിക്കണം അല്ലേ. അതിനകത്ത് ലോങ് ചെയിൻ ഏതാ നോക്കിക്കേ, ഇതല്ലേ. അപ്പോൾ ചില ആളുകൾ വിചാരിക്കുന്നുണ്ടാവും, ടീച്ചറെ ഞാൻ ഇങ്ങനെ എടുത്താലോ ഇത് ശരിയല്ലേ? ശരിയാണ്. 2 രീതിയിലെടുത്താലും 5 കാർബൺ തന്നെയാണുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ അതെടുക്കാം. ഞാൻ തൽക്കാലം ഈ ചെയിൻ എടുക്കാൻ വന്നത്. ഇവിടുന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും ഞാൻ നമ്പർ ചെയ്യുകയാണ്. ഇനി എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 3rd പൊസിഷനിൽ തന്നെയാണ് നമ്മുടെ 2 ബ്രാഞ്ചും വരുന്നത്. പക്ഷേ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. ഒരെണ്ണം മീഥൈൽ ഗ്രൂപ്പാണ്, ഒരെണ്ണം ഈഥൈൽ ഗ്രൂപ്പാണ്. നോക്കിക്കേ, ഒരെണ്ണത്തിനകത്ത് 1 കാർബണും ഒരെണ്ണത്തിനകത്ത് 2 കാർബണും ഉള്ളത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, നോക്കിക്കോ. ഒരെണ്ണത്തിനകത്ത് മീഥൈൽ ഗ്രൂപ്പും ഒരെണ്ണത്തിനകത്ത് ഈഥൈൽ ഗ്രൂപ്പുമാണ് എഴുതേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നത് എന്താ ചെയ്യുക? മീഥൈൽ ഗ്രൂപ്പാണോ ഈഥൈൽ ഗ്രൂപ്പാണോ നെയിം ചെയ്യുമ്പോൾ ആദ്യം എഴുതേണ്ടതെന്ന് അല്ലേ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നില്ലേ? മീഥൈലാണ് ആദ്യത്തേത്, അപ്പം മീഥൈലായിരിക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും. പക്ഷേ ഈഥൈലാണ് ആദ്യം എഴുതേണ്ടത്. കാരണം എന്താ? ആൽഫബറ്റിക് ഓർഡറിൽ ആണ് ആദ്യം വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഈഥൈൽ ആദ്യം എഴുതണം. അപ്പോൾ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്താൽ? ആദ്യം 3 എഴുതണം, എന്നിട്ട് ഹൈഫൺ ഇട്ടിട്ട് ഈഥൈൽ എഴുതണം, എന്നിട്ട് വീണ്ടും ഒരു ഹൈഫൺ ഇട്ടിട്ട് ഒരു 3 എഴുതണം. അടുത്ത 3 ഉണ്ട്, കാരണം അടുത്ത ബ്രാഞ്ച്. ഇനി വീണ്ടും ഹൈഫൺ ഇട്ടിട്ട് മീഥൈൽ എഴുതണം, എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് നമ്മൾ എന്ത് എഴുതണം? പെൻറ്റെയിൻ എഴുതണം. ക്ലിയർ ആണല്ലോ? നമ്മുടെ ആൻസർ എന്തുവാ? 3 ഈഥൈൽ 3 മീഥൈൽ പെൻറ്റെയിൻ എന്നുള്ളതാണ്. ഇത്രയും നേരം നമ്മൾ കണ്ടത് മുഴുവൻ എന്തായിരുന്നു? നെയിം കണ്ടുപിടിക്കാനായിരുന്നു അല്ലേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നെയിം കണ്ടുപിടിക്കാനല്ല, പകരം എന്തുവാ? നെയിം തന്നു കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടൻസ്ഡ് ഫോർമുല എങ്ങനെയാണെന്ന് എഴുതി നോക്കാനാണ്. ഇനി ഒന്നാമത്തെ ചോദ്യം നോക്കിക്കേ. ഹെപ്റ്റ് 2 അയിൻല്ലേ. ഇതെങ്ങനെയാണ് ചെയ്ത് നോക്കുക? ഹെപ്റ്റ് എന്ന് പറയുമ്പോൾ 7 ആണല്ലേ. അപ്പം നമ്മൾ 7 കാർബൺ ആദ്യം എഴുതി നോക്കണം. ഓക്കെ, 7 കാർബൺ എഴുതി നോക്കണം. നോക്കിയേ, രണ്ടാമത്തെ കാർബണിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, YNE അല്ലേ. അപ്പോൾ രണ്ടാമത്തെ കാർബണിനകത്ത് നമ്മൾ എന്ത് എഴുതുന്നു? ട്രിപ്പിൾ ബോണ്ട് എഴുതുന്നു. ബാക്കി എല്ലാ കാർബണിനും നമ്മൾ സിംഗിൾ ബോണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിന് ശേഷം എത്ര ഹൈഡ്രജനാണ് വരേണ്ടതെന്ന് നോക്കുക. ഇനി ആദ്യത്തെ കാർബൺ എത്ര ഹൈഡ്രജൻ വരണം? 3 ഹൈഡ്രജൻ വരണം. കാരണം ഒരു ബോണ്ട് പോയി ബാക്കി 3 ബോണ്ടാണുള്ളത്. ഇനി രണ്ടാമത്തെ കാർബൺ നോക്കിക്കേ, അവിടെ വരില്ല. ഇനി മൂന്നാമത്തെ കാർബൺ നോക്കിക്കേ, അവിടെയും വരില്ല, കാരണം 4 എണ്ണമായി. ഇനി അടുത്ത കാർബണിനകത്ത് ഓൾറെഡി 2 ബോണ്ട് കഴിഞ്ഞു, ഇനി 2 ഹൈഡ്രജൻ. ഇനി അടുത്ത കാർബണിനകത്ത് 2 ഹൈഡ്രജൻ, അടുത്ത കാർബണിനകത്ത് 2 ഹൈഡ്രജൻ, അടുത്ത കാർബണിനകത്ത് 3 ഹൈഡ്രജൻ അല്ലേ. അപ്പോൾ ഞാൻ ഇനി ഒന്ന് വൃത്തിക്ക് എഴുതി കാണിച്ചു തരാം എങ്ങനെയായിരിക്കും ഉണ്ടാവുകയെന്ന്. ഇതാണപ്പം ഹെപ്റ്റ് 2 അയിൻ്റെ കണ്ടൻസ്ഡ് ഫോർമുല. അടുത്തൊരു ചോദ്യം നോക്കി. ഹെക്സ് 1 അല്ലേ. ഹെക്സ് എന്ന് പറയുമ്പോൾ 6 കാർബൺ. അപ്പോൾ 6 കാർബൺ നമ്മൾ ഇട്ടതിന് ശേഷം എന്ത് ചെയ്യണം? ഒന്നാമത്തെ പൊസിഷനിൽ ഡബിൾ ബോണ്ട് കൊടുക്കണം അല്ലേ. ഒന്നാമത്തെ കാർബണിൽ ഡബിൾ ബോണ്ട് കൊടുത്തു. ഇനി ബാക്കിയുള്ളതിൽ എന്ത് ചെയ്യുക? നമ്മൾ ഹൈഡ്രജനെ ഫില്ല് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് സിംഗിൾ ബോണ്ട് ഇട്ട് കൊടുക്കുക. അത്ര മാത്രം ചെയ്താൽ മതി. സുഖമാണല്ലോ, വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, പെൻറ്റെയിൻ ആണല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, 5 കാർബൺ ഇട്ട് കൊടുക്കണം അല്ലേ. ആൽക്കെയിൻ ആയതുകൊണ്ട് തന്നെ, പെൻറ്റെയിൻ എന്ന് പറയുമ്പോൾ ആൽക്കെയിൻ ആയതുകൊണ്ട് നമ്മൾ എല്ലായിടത്തും സിംഗിൾ ബോണ്ട് ഇട്ട് കൊടുക്കുക, ബാക്കിയുള്ളിടത്ത് ഹൈഡ്രജൻ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത്രേ ഉള്ളൂ, സിമ്പിളാണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, 2 മീഥൈൽ ഹെക്സെയിൻ ആണല്ലേ. ഹെക്സെയിൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, 6 കാർബൺ ആദ്യം ഇട്ട് കൊടുക്കണം. എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, രണ്ടാമത്തെ കാർബണിൽ എന്ത് വേണം, മീഥൈൽ ഗ്രൂപ്പ് വേണം. അപ്പോൾ രണ്ടാമത്തെ കാർബണിലോട്ട് നമ്മൾ എന്ത് വരയ്ക്കണം, മീഥൈൽ ഗ്രൂപ്പ് CH3 ഗ്രൂപ്പ് വരയ്ക്കണം. ബാക്കി നമ്മൾ എന്ത് ചെയ്താൽ മതി, സിംഗിൾ ബോണ്ടും ഹൈഡ്രജനും ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതും ഭയങ്കര സിമ്പിളാണല്ലോ. നെയിമിങ്ങിനേക്കാളും സുഖമാണ് നമുക്കതിൻ്റെ കണ്ടൻസ്ഡ് ഫോമിൽ വരയ്ക്കാം അല്ലേ. അടുത്ത ചോദ്യം നോക്കിയേ, അടുത്ത ചോദ്യത്തിൽ ഹെക്സെയിൻ ആണല്ലേ. ഹെക്സെയിൻ എന്ന് പറയുമ്പോൾ 6 കാർബൺ അല്ലേ. 6 കാർബൺ നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്താ എഴുതണ്ടേ, മൂന്നാമത്തെ കാർബൺ അല്ലേ, മൂന്നാമത്തെ കാർബണിൽ ഈഥൈൽ ഗ്രൂപ്പാണ് വരുന്നത്. ഈഥൈൽ എന്ന് പറയുമ്പോൾ CH2 CH3 ആണല്ലേ. അത് വരച്ചു കൊടുക്കുക. ബാക്കി എന്താ ചെയ്യേണ്ടത്, എല്ലായിടത്തും സിംഗിൾ ബോണ്ടും ഹൈഡ്രജനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, പെൻറ്റെയിൻ ആണല്ലേ ലാസ്റ്റ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, 5 കാർബൺ ഇട്ട് കൊടുക്കണം ആദ്യം. നോക്കി 2 ഡൈമീഥൈൽ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ രണ്ടാമത്തെ പൊസിഷനിൽ എന്ത് വേണം, 2 മീഥൈൽ ഗ്രൂപ്പ് വേണം ആണല്ലോ. അത് നമ്മൾ കൊടുത്തേ. ഇനി നമുക്ക് എന്താ വേണ്ടേ, നമ്മൾ ഓരോ കാർബണിൻ്റെ ഇടയിൽ സിംഗിൾ ബോണ്ടും അതുപോലെ തന്നെ ഹൈഡ്രജനെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യനകത്ത് പെൻറ്റെയിൻ ആണല്ലേ വന്നിരിക്കുന്നത്. പെൻറ്റെയിൻ എന്ന് പറയുമ്പം 5 കാർബണല്ലേ വരുന്നത്. 5 കാർബണെ ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, 2 2 3 അതായത് രണ്ടാമത്തെ പൊസിഷനിൽ 2 സ്ഥലത്തായിട്ടും അതുപോലെ തന്നെ മൂന്നാമത്തെ പൊസിഷനിലും എന്തുണ്ട്, മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, അതായത് CH3 ഗ്രൂപ്പ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ CH3 ഗ്രൂപ്പിനെ ഇടണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, എല്ലായിടത്തും സിംഗിൾ ബോണ്ടും അതുപോലെ തന്നെ ഹൈഡ്രജനെ ഫില്ല് ചെയ്ത് കൊടുക്കുക, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ. വളരെ സിമ്പിളാണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കുക, അടുത്ത ക്വസ്റ്റ്യനകത്ത് ഹെക്സെയിൻ ആണല്ലേ. അപ്പോൾ 6 കാർബൺ ഇടണം. കാർബൺ ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, മൂന്നാമത്തെ പൊസിഷനിൽ 2 ഈഥൈൽ ഗ്രൂപ്പിനെ ഇടണം. എന്താ, 2 ഈഥൈൽ ഗ്രൂപ്പ്. അപ്പോൾ CH2 CH3 ഗ്രൂപ്പാണ് ഈഥൈൽ, അതായത് 2 കാർബണുള്ള ഗ്രൂപ്പ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ താഴെയും കൊടുക്കുക. ഇനി നമ്മൾ ബാക്കി സാധാരണ ചെയ്യുന്ന പോലെ കാർബണിൻ്റെ ഇടയിൽ സിംഗിൾ ബോണ്ട് ഇട്ട് കൊടുക്കുക, അതുപോലെ തന്നെ ഹൈഡ്രജനെയും ഫില്ല് ചെയ്ത് കൊടുക്കുക. അടുത്ത ചോദ്യം നോക്കിയേ, നമുക്ക് ആദ്യം ഒന്നാമത്തെ നോക്കാവേ. അപ്പം എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കിയേ, പെൻറ്റെയിൻ ആയതുകൊണ്ട് 5 കാർബൺ ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ ആദ്യം 5 കാർബണിനെ ഇട്ട് കൊടുക്കുക. 2 3 ഡൈമീഥൈൽ, അതായത് രണ്ടാമത്തെ പൊസിഷനിലും മൂന്നാമത്തെ പൊസിഷനിലും നമ്മൾ എന്ത് ചെയ്യണം, മീഥൈൽ ഗ്രൂപ്പ് അതായത് CH3 ഗ്രൂപ്പിനെ ആഡ് ചെയ്യണം. ഇനി ബാക്കി നമ്മൾ സ്ഥിരം ചെയ്യുന്നത് പോലെ തന്നെ കാർബണിൻ്റെ ഇടയിൽ സിംഗിൾ ബോണ്ട് കൊടുക്കുക, ബാക്കിയുള്ള ഹൈഡ്രജനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഹെക്സെയിൻ ആണല്ലേ. അപ്പോൾ 6 കാർബൺ ഇട്ട് കൊടുക്കുക. 6 കാർബൺ ഇട്ടതിന് ശേഷം രണ്ടാമത്തെയും മൂന്നാമത്തെയും അഞ്ചാമത്തെയും പൊസിഷനുകളിൽ എന്തുവാ, ട്രൈ മീഥൈൽ ഗ്രൂപ്പുകളാണ്. അപ്പം രണ്ടാമത്തെയും മൂന്നാമത്തെയും അഞ്ചാമത്തെയും ഗ്രൂപ്പുകൾ CH3 ഗ്രൂപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, എല്ലാ കാർബണിൻ്റെ ഇടയിൽ സിംഗിൾ ബോണ്ടും ഇട്ട് കൊടുക്കുക, പിന്നെ ബാക്കിയുള്ള സ്ഥലത്ത് ഹൈഡ്രജനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ ഇതെല്ലാം നമ്മുടെ കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ആൽക്കെയിൻസും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ള ഫങ്ഷണൽ ഗ്രൂപ്പും അതുപോലെ തന്നെ ഐസോമെറസും ആണ്. അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ആഡ് ചെയ്യാഞ്ഞത് ഒത്തിരി വീഡിയോ ലെങ്ത് ആയി പോകുന്നത് കൊണ്ടാണ്. അപ്പോൾ താങ്ക് യു.